ഡിസ്കഷൻ ഇല്ല, അതൊക്കെ ചർച്ചകളൊക്കെ പൂർത്തീകരിച്ചു, തീരുമാനം നാളെ അറിയിക്കുമെന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഓൾ. ചർച്ച പൂർത്തീകരിച്ചൊന്നുമില്ല, പിന്നെ ചർച്ചയുടെ കാര്യമില്ല. ഡിസിഷൻ വിൽ കം ഓൺലി ടുമോറോ. ധാരണകളൊക്കെ മാറുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ MLA-മാരുടെ കണക്കെടുപ്പല്ല, മറ്റു ചില സമ്മർദ്ദങ്ങൾ തീരുമാനമൊന്നും പറഞ്ഞില്ലല്ലോ. മറ്റു ചില സമ്മർദ്ദങ്ങൾ കൂടി മുഖവിലേക്കെടുക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും സൂചനകളും. ഇത് കോൺഗ്രസ് ആണ്. എല്ലാ ആളുകളുടെയും അഭിപ്രായങ്ങൾ കേൾക്കാൻ പാർട്ടിയും ഹൈക്കമാൻഡും ബാധ്യസ്ഥരാണ്. ആ പ്രക്രിയ പൂർത്തീകരിച്ചു എന്ന് മാത്രമേ അവർ പറഞ്ഞുള്ളൂ. 5 വർഷം ഭരിക്കേണ്ടതല്ലേ, ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും, 10 ദിവസം സാഹചര്യങ്ങൾ വിലയിരുത്തി എടുക്കേണ്ടി വരും. ഇത്രയും സമയം നീണ്ടുപോയിരിക്കണം, ഇത്രയും ദിവസം നീണ്ടുപോയിരിക്കണം. നീണ്ടുപോയിട്ടില്ല. ഞാൻ 50 ദിവസം BJP സർക്കാരിന്റെ കാര്യം നീണ്ടുപോയപ്പോൾ നിങ്ങൾ ആരും ചോദിച്ചില്ലേ? പ്രവർത്തകരടക്കം എന്തായിരുന്നാൽ തീരുമാനം ഉടനെ വരും. അവർ പറഞ്ഞു നാളെ പറയുന്ന നാളെ പറയും എന്തായാലും നാളെ പറയും. 10 ദിവസം ഒന്നും വലിയ കാര്യമൊന്നുമല്ല. കാരണം ഒരു നല്ല മുഖ്യമന്ത്രി ഉണ്ടാക്കണ്ടേ കേരളത്തിലേക്ക്. അത് വരും, തീരുമാനം കേരളത്തിൽ നിന്നാണ് പ്രഖ്യാപനം. അത് പറയുന്നില്ല. പ്രൊസീജിയർ ഒന്നും പറയാൻ പറ്റത്തില്ല. അവർ അനൗൺസ് ചെയ്യും. തീരുമാനം എടുത്തല്ലോ, ചർച്ച പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞല്ലോ. തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം നിങ്ങളെ അറിയിക്കില്ല. അത് ഏത് തരത്തിൽ അറിയിക്കുമെന്ന് പറയാൻ നിർത്തിയില്ല. നാളെ പ്രതീക്ഷിക്കാം, ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം, മാറ്റമില്ല. തീർച്ചയായും